ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിനായി നിയമസഭാ സെക്രട്ടറി ഡോക്ടർ എൻ കൃഷ്ണകുമാർ സാറിനെ ക്ഷണിക്കുന്നു. നമ്മളിന്ന് സാക്ഷ്യം വഹിക്കുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു ട്രാവലോഗ്, ഒരു യാത്രാ വിവരണത്തിൻ്റെ പ്രകാശന ചടങ്ങാണ്. CPA കോൺഫറൻസ് 66ാമത് കോൺഫറൻസിൽ പങ്കെടുക്കാൻ പോയ നമ്മുടെ മുൻ നിയമസഭാ സെക്രട്ടറി വളരെ ആധികാരികമായി രചിച്ച ഒരു ഗ്രന്ഥമാണത്. ട്രാവലോഗിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു യാത്ര, ഒരു സ്ഥലത്ത് പോയതിന് ശേഷം ട്രാവലോഗ് വായിക്കണോ തിരിച്ചോ എന്നുള്ളത് ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ ഓഫ് ഡിസ്കഷൻ, ഡിബേറ്റ് ആൻഡ് ഡിസ്പ്യൂട്ട്. സ്റ്റിൽ ഒരു വായിച്ചിട്ട് ഒരു ധാരണ ഉണ്ടാക്കി ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പോകേണ്ടത്, എന്താണ് അതിൻ്റെ ചരിത്രം എന്ന് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. അത്തരത്തിലൊരു ബുക്കിൻ്റെ പ്രകാശന കർമ്മമാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷൻ മുൻ ദൂരദർശൻ ഡയറക്ടർ കൂടിയായ ശ്രീ K. കുഞ്ഞികൃഷ്ണൻ അവരുകളാണ്. അദ്ദേഹത്തെ സ്നേഹത്തോടെ നമ്മുടെ ഓരോരുത്തരുടെയും പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. പുസ്തക പ്രകാശനം നടത്തുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കറാണ്. സാറിനെയും നാം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പുസ്തകം സ്വീകരിക്കുന്നത് ശ്രീ രാജു നാരായണസ്വാമി IAS, അദ്ദേഹത്തെയും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നന്ദി പ്രകാശിപ്പിക്കാനും ഈ ഗ്രന്ഥകാരൻ ഇവിടെയുണ്ട്, അദ്ദേഹത്തെയും അതുപോലെ നമ്മുടെ സ്പീക്കറുടെ PS, SS, മറ്റ് അഡീഷണൽ PS, മറ്റുള്ള നമ്മുടെ എല്ലാ നിയമസഭാ കുടുംബങ്ങളെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നന്ദി. ചടങ്ങിന്റെ അധ്യക്ഷനായി ദൂരദർശൻ മുൻ ഡയറക്ടർ ശ്രീ K. കുഞ്ഞികൃഷ്ണൻ സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ ഷംസീർ, വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, ഇന്നലെ രാത്രി ബഷീർ എനിക്ക് പുസ്തകം ഓൺലൈൻ ഒരു കോപ്പി അയച്ചു. അപ്പോൾ ബഷീറിൻ്റെ പുസ്തകമായതുകൊണ്ട് ഞാൻ ഇന്നലെ തന്നെ അത് രാത്രി മുഴുവൻ ഇരുന്ന് വായിച്ച് അഭിപ്രായം പറഞ്ഞു. വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ചടങ്ങിന് വരില്ലെന്ന് ചോദിച്ചു. ഞങ്ങൾ മാറി വേറൊരു ഹാളിൽ പോയി. അപ്പോൾ തിരിച്ച് ഇവിടെ എത്തി. അപ്പോഴാണ് പറയുന്നത് ഇങ്ങനൊരു അധ്യക്ഷനാവണമെന്ന്. അപ്പോൾ ഒരു പ്രസംഗം നടത്താൻ ഞാൻ തയ്യാറെടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പുസ്തകത്തിന് കുറിച്ച് കുറേ നോട്ട്സൊക്കെ എഴുതി വെക്കാമായിരുന്നു. പുസ്തകം ഏതായാലും വളരെ നന്നായിട്ടുണ്ട്. ബഷീറിൻ്റെ മറ്റ് പുസ്തകങ്ങൾ പോലെ തന്നെ ബഷീർ നോവൽ എഴുതുന്നത് പോലെ അല്ലെങ്കിൽ യാത്രാവിവരണം ഇത്ര ഹൃദ്യമായി, നമ്മളൊരു യാത്രാവിവരണം വായിച്ചാൽ നമുക്ക് അനുഭവപ്പെടേണ്ട ഒരു കാര്യം, നമുക്ക് ഈ സ്ഥലം കാണേണ്ടതായിരുന്നു എന്നാണ്. അപ്പോൾ സ്പീക്കറുടെ കൂടെ പോയി വളരെ സൂക്ഷ്മമായി കാര്യങ്ങൾ നിരീക്ഷിച്ച് അറിഞ്ഞ് ഓരോ നഗരത്തിൻ്റെയും സഞ്ചരിച്ച ഓരോ പ്രദേശത്തെക്കുറിച്ചും ഓരോ സ്മാരകത്തെക്കുറിച്ചും പ്രത്യേകിച്ച് എനിക്ക് വളരെ തോന്നിയ ഒന്ന് ആഫ്രിക്കയിലെ ഘാനയുടെ തലസ്ഥാനത്തുണ്ടായിരുന്ന ഒരു ദുരനുഭവമാണ്. ഇദ്ദേഹം രാവിലെ നടക്കാൻ പോയപ്പോൾ ഒരാളെ കൈയിട്ട് പിടിച്ച് തട്ടിക്കൊണ്ടുപോകാൻ നോക്കി. ഞാൻ കഴിഞ്ഞ ആഴ്ച ആഫ്രിക്കൻ എഴുത്തുകാരൻ്റെ ഒരു പ്രമുഖ വ്യക്തിയുടെ ഒരു ചെറുകഥ 3-4 ദിവസം മുമ്പ് വായിച്ചു തീർത്തതേ ഉള്ളൂ. അവിടെ ഈ അവയവ കച്ചവടത്തിനും അവിടുത്തെ ഒരു പ്രമുഖനായ നിയമസഭാ സാമാജികൻ ബെൻസ് കാറിലൊക്കെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഒരു മാർക്കറ്റിലൊരു ചെറുപ്പക്കാരനെ കണ്ടു. അയാളെന്തോ ഈ വഴിവാണിഭം നടത്തുന്ന ആ ചെറുപ്പക്കാരനെ കൂട്ടിക്കൊണ്ടുപോയി വലിയ രീതിയിൽ വീട്ടിലൊക്കെ സൽക്കരിച്ച് നമുക്ക് ലണ്ടനിൽ പോവാം. അപ്പോൾ ലണ്ടനിൽ പോയപ്പോഴാണ് അറിയുന്നത് ഈ ചെറുപ്പക്കാരൻ്റെ വൃക്ക ദാനം ചെയ്യാൻ വേണ്ടിയാണ് പോയത്. ആ സംഭവത്തെ അടിസ്ഥാനമാക്കി അയാൾ അവിടുന്ന് ഓടിപ്പോയി. ചെറുപ്പക്കാരൻ ലണ്ടൻ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തു. അതുമാതിരി ഉള്ള അനുഭവങ്ങൾ ഇദ്ദേഹത്തിന് ഉണ്ടായില്ല എന്നത് എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ നടക്കാൻ പോകുന്ന ഒരു വലിയ സാഹസമാണല്ലോ. പക്ഷേ അദ്ദേഹം ആൽപ്സിനെ പറ്റിയിട്ട്, റോമിനെ പറ്റിയിട്ട്, വെനീസിനെ പറ്റി, ഫ്ലോറൻസിനെ പറ്റി ഓരോ പ്രദേശത്തെയും അതിൻ്റേതായ പ്രത്യേകതകളെ വളരെ
ഉള്ളിൽ തട്ടുന്ന വിധം, നമുക്ക് പറ്റുമെങ്കിൽ നാളെ ഒന്ന് പോയാൽ കൊള്ളാം എന്ന് തോന്നുന്ന വിധത്തിൽ വളരെ ഹൃദയസ്പർശിയായി ഈ യാത്രാ വിവരണം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. വളരെ ഒരു നീണ്ട പ്രസംഗത്തിന് മുതിരുന്നില്ല. കുറേ കാര്യങ്ങൾ ഇനിയും പറയാൻ പറ്റുമായിരിക്കും, പക്ഷേ അതിന് പറ്റിയ സമയം ഇതല്ല, കാരണം പലരും സംസാരിക്കാനുണ്ട്. എന്തായാലും എന്നെ അധ്യക്ഷനാക്കി ഇരുത്തിയതിൽ പ്രത്യേകിച്ച് നന്ദി, സന്തോഷം. പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ശ്രീ എൻ ഷംസീർ സാറിനെയും പുസ്തകം സ്വീകരിക്കുന്നതിനായി ശ്രീ രാജു നാരായണസ്വാമി IASനെയും ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ദൂരദർശന്റെ ഡയറക്ടർ കുഞ്ഞികൃഷ്ണൻ സാർ, വേദിയിരിക്കുന്ന പുസ്തകം ഏറ്റുവാങ്ങിയ രാജു നാരായണസ്വാമി IAS, സ്വാഗതം പറഞ്ഞ സെക്രട്ടറി കൃഷ്ണകുമാർ, പുസ്തകം എഴുതിയ ഡിസ്ട്രിക്ട് ജഡ്ജ് JM ബഷീർ, മറ്റ് ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ശ്രീ M ബഷീറിന്റെ യാത്രാവിവരണത്തിന്റെ പുസ്തകമാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് ഇവിടെ പ്രകാശനം ചെയ്തത്. അദ്ദേഹം കോമൺവെൽത്ത് പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയപ്പം അദ്ദേഹം നടത്തിയ യാത്രകളെയാണ് അദ്ദേഹം ഇവിടെ മനോഹരമായി ഒരു പുസ്തകത്തിലൂടെ എഴുതി കാണിച്ചിട്ടുള്ളത്. അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനാണ്. നോവൽ എഴുതുമായിരുന്നു. തമീസ് എന്ന നോവൽ 3rd എഡിഷനിൽ ഞാനാണ് പ്രകാശനം ചെയ്തത്. തുടർന്ന് അദ്ദേഹത്തിന്റെ യാത്രാ വിവരണമാണ് ഇപ്പോൾ വീണ്ടും ഞാൻ പ്രകാശനം ചെയ്തിട്ടുള്ളത്. എന്നെ തന്നെ ഇതിനേൽപ്പിക്കുന്നതിന്റെ കാരണം ഒരുപക്ഷെ കഴിഞ്ഞ പ്രകാശനം ചെയ്ത പുസ്തകം നല്ല ഹിറ്റായി വിറ്റുപോയതുകൊണ്ടായിരിക്കാം എൻ്റെ വിശ്വാസം. പുസ്തകത്തിന്റെ ഗുണമായിരിക്കില്ല ചിലപ്പോൾ വിറ്റ അല്ലെങ്കിൽ പ്രകാശനം ചെയ്ത ആളുടെ കൈയുടെ തലശ്ശേരിക്കാരുടെ ഭാഷയിൽ ബർക്കത്തെന്ന് പറയും, അതിന്റെ ഭാഗമാണെന്ന് അറിയില്ല. ഏതായാലും സെക്രട്ടറി ബഷീർ സാറും ഞാനും വ്യക്തിപരമായി വളരെ അടുപ്പവും സ്നേഹമുള്ള ആളാണ്. 2 വർഷം എൻ്റെ സെക്രട്ടറിയായി ഈ സഭയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നിയമസഭയുടെ വളരെയധികം ആത്മബന്ധവും നല്ല സൗഹൃദവും ഉള്ള സെക്രട്ടറി ആയിരുന്നു ശ്രീ AM ബഷീർ എന്നാണ്. അദ്ദേഹത്തെ നിയമസഭയിൽ നിന്ന് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റരുത് എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ജുഡീഷ്യറി അത് ഞങ്ങൾക്ക് അനുവാദം നൽകിയില്ല. അദ്ദേഹം നല്ല ഒരു വായനക്കാരനാണ്, നല്ലൊരു എഴുത്തുകാരനാണ്. എഴുത്തുകാരൻ എന്ന സെൻസ് യാത്രാവിവരണത്തിന്റെ കാര്യത്തിൽ, നോവൽ എഴുതുന്ന കാര്യത്തിൽ ഇപ്പൊ യാത്രാവിവരണം കൂടി എഴുതിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ യാത്രയിൽ അദ്ദേഹത്തിന്റെ കൂടെ ഞാനും ഉണ്ടായിരുന്നു. അദ്ദേഹം പല കാര്യങ്ങളും ഇങ്ങനെ മൊബൈൽ ഫോണിൽ പിടിക്കുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ഒരു കൗതുകം അതിനായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിച്ചത്. ഈ മൊബൈൽ ഫോൺ റെക്കോർഡിംഗ് ഒരു പുസ്തകമായി പുറത്തിറങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാനും അദ്ദേഹവും സഞ്ചരിച്ച എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹം കൃത്യമായി വളരെ കണിശതയോടുകൂടി വീഡിയോ റെക്കോർഡ് ചെയ്ത് ഞാൻ കണ്ടു അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണിൽ. അത് മാത്രമല്ല, അദ്ദേഹത്തിന് ഞാൻ കണ്ട പ്രത്യേകത വളരെ പങ്ക്ച്വലാണ്. നമുക്കൊക്കെ ഒരു ആലസ്യം ഉണ്ടല്ലോ, വൈകി ഉറങ്ങിയാൽ രാവിലെ സ്റ്റാർട്ടാവാനുള്ള ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ. അങ്ങനെ യാതൊരു സ്റ്റാർട്ടിംഗ് ട്രബിളും ഇല്ലാതെ എത്ര വൈകി ഉറങ്ങിയാലും വളരെ കൃത്യമായി പങ്ക്ച്വലായി പിറ്റേന്നത്തെ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. അത് മാത്രമല്ല, പോയിടത്തെല്ലാം അവിടുത്തെ ലോക്കലായ ആളുകളോട് സംസാരിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും, ഒരുപക്ഷെ ഒരു ജുഡീഷ്യൽ ഓഫീസർ ആയതുകൊണ്ടായിരിക്കാം ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിന് എല്ലാവരുമായി അദ്ദേഹം ചോദ്യങ്ങളും സംസാരവും ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ ഒരു പുസ്തകരൂപമായി വരുമെന്ന് ഞാനും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. വളരെ കൃത്യമായി ഓരോ ഇടങ്ങളിലും വെച്ച് ആളുകളെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പോകുമായിരുന്നു. അദ്ദേഹത്തിന്റെ യാത്രാവിവരണ പുസ്തകം ഞാൻ വായിച്ചില്ല. അതിലുണ്ടാവേണ്ട ഒരു ഭാഗം ഞാൻ പറയാം. ഒരുപക്ഷെ ഒരു ഷോർട്ട് യാത്രയിൽ, 10 ദിവസത്തെ യാത്രയിൽ ലോകത്താരെങ്കിലും മുടിമുറിച്ചിട്ട് അത് മൂപ്പറാണ്. അതുകൂടി അതിൽ വരേണ്ടതായിരുന്നു. ഒരു 10 ദിവസത്തെ യാത്രയാണ്. 10 ദിവസത്തെ യാത്രയിൽ നമ്മൾ ആരും അങ്ങനെ മുടിവെട്ടാനോ ബാർബർ ഷാപ്പിലോ പോകാനോ ശ്രമിക്കില്ല. പരമാവധി സ്ഥലം കാണാനാണ് ശ്രമിക്കുക. പക്ഷെ അദ്ദേഹം ഒരുപക്ഷെ അതും യാത്രയുടെ ഭാഗമായി മനസ്സിലാക്കാൻ, ഇവിടെ എങ്ങനെ ബാർബർ ഷാപ്പിലെ റേറ്റ് എങ്ങനെയാണ്, കട്ടിങ് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയായിരിക്കും അവിടെ നിന്ന് അദ്ദേഹം ആ കാര്യം ചെയ്തിട്ടുണ്ട്. അത് പുസ്തകത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുപോലെ ഓരോ സാധനങ്ങളും അദ്ദേഹം വാങ്ങിക്കുമായിരുന്നു.
കൃത്യമായി വാങ്ങിക്കും, ഓരോന്നിൻ്റെ പൈസയും മനസ്സിലാക്കും, ഓരോ കാര്യങ്ങളും അവിടുത്തെ ചെറുകിട കച്ചവടക്കാരൻ മുതൽ വൻകിടക്കാർ വരെ അദ്ദേഹം സംസാരിച്ച കാര്യങ്ങൾ മനസ്സിലാക്കുമായിരുന്നു. അങ്ങനെ കൃത്യമായി ഓരോ സ്ഥലവും എക്സ്പ്ലോർ ചെയ്ത്, ഈ എക്സ്പ്ലോറിങ്ങിൻ്റെ ഗുണമാണ് ഒരു പുസ്തകമായി ഇവിടെ രൂപാന്തരപ്പെട്ടത്. ഇനിയും പുസ്തകങ്ങൾ എഴുതാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് ശുഭാപ്തി വിശ്വാസം എനിക്കുള്ളത്. കാരണം നല്ല റൈറ്ററാണ്. ഇപ്പം നമുക്കുണ്ടായിരുന്ന ഒരു ആശങ്ക ഈ ജുഡീഷ്യൽ ഓഫീസർ അദ്ദേഹത്തിൻ്റെ 60 വയസ്സ് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നുള്ളതായിരുന്നു. ഇനി ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. കാരണം 60 വയസ്സ് കഴിഞ്ഞാൽ അദ്ദേഹം പൂർണ്ണമായും എഴുത്തിൻ്റെ മേഖലയിലേക്ക്, 60 വയസ്സ് കഴിഞ്ഞാൽ റിട്ടയർ ആവാതിരിക്കട്ടെ, 60 വയസ്സിന് മുകളിൽ കിട്ടുന്ന പോസ്റ്റ് കൂടി അദ്ദേഹത്തിന് കിട്ടട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. അതിലേക്ക് എത്താനുള്ള എല്ലാ യോഗ്യത അദ്ദേഹത്തിനുണ്ട്. കാരണം നല്ല കർക്കശക്കാരനായ ജഡ്ജ് കൂടിയാണ്. നമ്മുടെ അടുത്ത് ഇവിടെ ചിരിക്കും നോക്കണ്ട. ഇവിടെ നിയമസഭാ ജീവനക്കാരോട് വളരെ സ്നേഹവും ലോക്യമൊക്കെ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ തന്നെയാണ്. പക്ഷേ തുടർന്ന് അദ്ദേഹം നെയ്യാറ്റിൻകരയിൽ ജോലിക്ക് എത്തിയപ്പോഴാണ് എത്ര കർക്കശക്കാരനായ ജുഡീഷ്യൽ ഓഫീസറാണെന്ന് മനസ്സിലായത്. അത് ഒരാൾക്ക് മാത്രമല്ല, തുടരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണ്. അപ്പൊ അങ്ങനെ ഒരു കർക്കശക്കാരനായ ജുഡീഷ്യൽ ഓഫീസർ ആയിരുന്നു ബഷീർ സാർ. ഞങ്ങളുടെ സെക്രട്ടറിയായി ഇവിടെ പ്രവർത്തിച്ചു. ജീവനക്കാർ ഇപ്പം അത്ഭുതപ്പെട്ടുകൊണ്ട്, ഇങ്ങനെയുള്ള ഒരാളാണോ നമ്മുടെ സെക്രട്ടറി? എല്ലാത്തിനും തൂക്കാണ്, പരമാവധി ആളെ തൂക്കി വിധിച്ചിട്ടുണ്ട് അദ്ദേഹം. അപ്പൊ അദ്ദേഹം നല്ല കർക്കശക്കാരനായ ഓഫീസറാണ്. അദ്ദേഹം ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഉയരങ്ങളിലേക്ക് എത്തി അദ്ദേഹത്തിന്റെ സർവീസ് ജീവിതം കഴിഞ്ഞാൽ നല്ല ഒരു സാഹിത്യകാരനായി നിരവധി ഗ്രന്ഥങ്ങൾ മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്യാനും ഒപ്പം ഒരു മികച്ച യാത്രാവിവരണം എഴുതാൻ സാധിക്കുന്ന ഒരു വ്യക്തിയായി മാറിത്തീരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അദ്ദേഹത്തിന് ലിറ്ററേച്ചറിനകത്ത് അത്രമാത്രം താല്പര്യമുണ്ട്. അദ്ദേഹം പപ്പാട്ടനെ തന്നെ മെരുക്കി എന്നുള്ള ഏറ്റവും വലിയ സംഭവം. ടി പത്മനാഭൻ അങ്ങനെ സാധാരണ എല്ലാവർക്കും ഒന്നും അങ്ങനെ കൃത്യമായി കൊണ്ടു നടക്കാൻ സാധിക്കുന്ന ആളല്ല. അദ്ദേഹം ടി പത്മനാഭനും അദ്ദേഹം തമ്മിലുള്ള ബന്ധം കാണുമ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. എന്തൊരു സ്നേഹവും വാത്സല്യമാണ് രണ്ടുപേരും തമ്മിൽ. അതുകൊണ്ടാണ് കഴിഞ്ഞ നിയമസഭാ സെഷൻ വച്ചപ്പം പുസ്തകോത്സവത്തിൽ ടി പത്മനാഭനും ആര് സംസാരിക്കണം എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ മുന്നിൽ മറ്റൊരു ഫെലോ പാനൽ ഉണ്ടായിരുന്നില്ല. പപ്പാട്ടനാണെങ്കിൽ ഒരു സംശയം വേണ്ട, ബഷീർ സാറിനെ ഏൽപ്പിക്കാം, പിന്നെ നമ്മുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു, അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തെ മാനേജ് ചെയ്തോളും. അങ്ങനെ കഴിഞ്ഞ KLIBF-ന്റെ 3rd എഡിഷനിൽ ടി പത്മനാഭൻ എന്ന മലയാളത്തിന്റെ സാഹിത്യകാരനുമായി സംവാദം നടത്തിയത് ബഷീർ സാറായിരുന്നു. അപ്പം അങ്ങനെ സാഹിത്യ മേഖലയിൽ അദ്ദേഹത്തിന് അഗാധമായ പാണ്ഡിത്യവും അറിവും മാത്രമല്ല നന്നായി ഇടപെടാനും സാധിക്കുന്ന വ്യക്തി കൂടിയാണ് എന്ന പൂർണ്ണബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇനിയും എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകം ഞാൻ പ്രകാശനം ചെയ്യാൻ അറിയിക്കുകയാണ്. പുസ്തകത്തെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കുന്നതിനായി ശ്രീ രാജു നാരായണസ്വാമി IAS ക്ഷണിക്കുന്നു. ആരാധനായ നിയമസഭാ സ്പീക്കർ ശ്രീ ഷംസീർ, വേദിയിൽ ഉപവിഷ്ടരായ മറ്റ് മാന്യ വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ട്രാവൽ എൻലാർജസ് ദ മൈൻഡ് ആൻഡ് എ ഡിഗ്നിറ്റി ഓഫ് സെൻസ് ഇസ് ഡിറൈവ്ഡ് ഔട്ട് ഓഫ് ഇറ്റ് എന്ന ആപ്തവാക്യമാണ് ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അലയടിക്കുന്നത്. പ്രകാശത്തിൻ്റെ കൈവിരലുകൾ കൊണ്ടെഴുതിയ കഥകൾ എന്നാണ് യാത്രാ വിവരണ ഗ്രന്ഥങ്ങളെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ജിജ്ഞാസയുടെ അധര സിന്ദൂരം കൊണ്ടെഴുതിയ കവിതകളാണ് സഞ്ചാര സാഹിത്യ കൃതികൾ. മഴ മണ്ണിനോട് എന്താണോ ചെയ്യുന്നത്, അതാണ് യാത്രാ വിവരണ ഗ്രന്ഥങ്ങൾ മാനവരാശിയോട് ചെയ്യുന്ന ആപ്തവാക്യം ഞാൻ ഈ അവസരത്തിൽ ഓർത്തുപോകുകയാണ്. അവയുടെ ആഖ്യാന ശില്പം ക്ഷേത്ര കലയുടെ സൂക്ഷ്മ സുഭഗതയെയാണ് പ്രകടിപ്പിക്കുന്നത്. ഏതായാലും അത്തരത്തിലുള്ളൊരു യാത്രാ വിവരണ ഗ്രന്ഥം ഇന്ന് കൈരളിയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ബുക്സ് ആർ കിങ്സ് ട്രഷേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ട്രഷേഴ്സ് ഫിൽഡ് നോട്ട് വിത്ത് ഗോൾഡ്, സിൽവർ ഓർ അതർ പ്രഷ്യസ് സ്റ്റോൺസ്, but with riches much more valuable than these: knowledge, noble thoughts and high ideals. Poor indeed is the man who does not read, and empty is his life. തൻ്റെ പ്രഥമ ആഫ്രിക്കൻ പര്യടനത്തിന് പുറപ്പെട്ടപ്പോൾ പ്രശസ്തനായ ശ്രീ SK പൊറ്റക്കാടിനോട് നിരൂപകനായ ശ്രീ കുട്ടിക്കൃഷ്ണമാരാർ ചോദിക്കുകയുണ്ടായി, ലോകത്തിൽ എത്രയോ വികസിതവും വികസ്വരവുമായ രാഷ്ട്രങ്ങൾ ഉണ്ടെന്നിരിക്കെ ഇരുണ്ട ഭൂഖണ്ഡമായ ആഫ്രിക്കയിലേക്ക് താങ്കൾ എന്തിനാണ് പോകുന്നത്? പച്ചയായ മനുഷ്യനെ കാണുവാനും പഠിക്കുവാനുമാണ് ഞാൻ ആഫ്രിക്കയിലേക്ക് പോകുന്നത് എന്നായിരുന്നു SKയുടെ മറുപടി. അതുകൊണ്ട് തന്നെയാണ് മികച്ച യാത്രാവിവരണ ഗ്രന്ഥങ്ങൾ എഴുതുവാൻ ആ മനോഭാവം കൊണ്ടാണ് അദ്ദേഹത്തിന് കഴിഞ്ഞത്.
ദീർഘസ്കന്ധനായ പുള്ളിപ്പുലിയെയും ഫ്രഞ്ച് നർത്തകികളെ പോലെ നൃത്തം ചെയ്യുന്ന ഒട്ടകപ്പക്ഷിയെയും ആതപസ്നാനം ചെയ്യുന്ന മുതലക്കൂട്ടങ്ങളെയും യഥാതഥം നൈൽ ഡയറിയിൽ വരച്ച് കാട്ടുവാൻ എസ്കെക്ക് കഴിഞ്ഞെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഈ മനോഭാവം തന്നെയാണ്. അതാണ് ഒരു യാത്രാ വിവരണ സാഹിത്യകാരൻ്റെ കഴിവും ഒരു യാത്രാ വിവരണ സാഹിത്യകാരൻ്റെ വൈഭവവും. കൺമുന്നിൽ കാണുന്ന കാര്യങ്ങൾ തനിമയൊട്ടും ചോരാതെ നർമ്മത്തിൽ ചാലിച്ച് അവതരിപ്പിക്കുവാൻ ഉള്ള കഴിവാണ് ഒരു യാത്രാ വിവരണ ഗ്രന്ഥകാരനെ ഇതര ഗ്രന്ഥകാരന്മാരിൽ നിന്നും വ്യതിരിക്തനാക്കുന്നത്. പ്രകാശം ഇരുട്ടുകൊണ്ടും കണ്ണാടി അഴുക്കുകൊണ്ടും ഗർഭസ്ഥ ശിശു മറവെള്ള കൊണ്ടും എങ്ങനെ മൂടപ്പെട്ടിരിക്കുന്നുവോ അങ്ങനെ അജ്ഞാനം ജ്ഞാനത്താൽ മൂടപ്പെട്ടിരിക്കുന്നു എന്ന അർത്ഥമുള്ളൊരു സംസ്കൃത കവിതയാണ് എൻ്റെ മനസ്സിലേക്ക് കൂടിയെത്തുന്നത്. ആ അജ്ഞാനത്തിൽ നിന്ന്, ആ അന്ധകാരത്തിൽ നിന്ന് ആ വെളിച്ചത്തിലേക്കുള്ള പ്രയാണമാണ് ഓരോ യാത്രയും. അവസാനിക്കാത്ത പ്രാർത്ഥനയാണ് ജീവിതം എന്ന ബഷീറിന്റെ വാക്കിനെ അവസാനിക്കാത്ത യാത്രയാണ് ജീവിതമെന്ന് മാറ്റി എഴുതിയ എസ്.കെ. പൊറ്റക്കാടിന്റെ പാവന സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ കൂടി ഞാൻ ഈ അവസരത്തിൽ വിനിയോഗിക്കുകയാണ്. സുദീർഘമായ ഒരു പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. വെർ ദ മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ എന്നാണ് ടാഗോർ പറഞ്ഞിരിക്കുന്നത്. വെർ ദ മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ ആൻഡ് ദ ഹെഡ് ഹെൽഡ് ഹൈ, വെർ നോളജ് ഈസ് വിതൗട്ട് ബരിയേഴ്സ്, where words come out from the depth of truth, where tireless striving stretches its arms towards perfection, where the clear stream of reason has not lost its way in the dreary desert sand of dead habit, to that heaven of freedom, my father, let my country awake. ആ എവൈക്കനിങ് ആണ്, ആ ഉയർത്തെണീപ്പാണ്, ആ ഉണർത്ത് പാട്ടാണ് ഓരോ പുസ്തക പ്രകാശനവും. വായിച്ചു വളരുക എന്ന ഗ്രന്ഥശാലാ സംഘത്തിന്റെ മുദ്രാവാക്യം. അതോടൊപ്പം വായിക്കാതിരുന്നാൽ മുരടിക്കും എന്നൊരു താക്കീത് കൂടി നൽകുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഗ്രന്ഥങ്ങൾ അറിവിന്റെ നിറകുടങ്ങളാണ്. വിജ്ഞാന സാഗരങ്ങളെ പോലും അമ്പരപ്പിക്കുന്ന വിജ്ഞാന പാരാവാരങ്ങളാണ്. അവയുമായി നർമ്മസല്ലാപം നടത്തുക, അഞ്ചിത കേളികൾ ആടി വാഴുക, അതിനേക്കാൾ നിർവൃതിദായകമായ മറ്റൊരനുഭവം ഇല്ല എന്നതിൻ്റെ ഉദാത്തമായ ഉത്കൃഷ്ടമായ ഉദാഹരണമാണ് നിയമസഭാ പുസ്തകോത്സവം. അതുകൊണ്ട് in some faint dawn, in some dim eve, like a gesture of light, like a dream of delight. In some faint dawn, in some dim eve, like a gesture of light, like a dream of delight. Let this book attain its solemn objectives എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ചെന്നപാരതയുടെ കൈകളിൽ പിടിക്കുവാൻ എന്നപോൽ സമാന്തരം പായുന്ന പാളങ്ങളെ പുലരിക്കതിർവന്ന് മുന്നമേ പരത്തുന്ന പുതിയ വെളിച്ചമീ ഞങ്ങളിൽ പകരുന്നു. ഗ്രന്ഥകർത്താവിന് എല്ലാവിധ ആശംസകളും നേരുന്നു. കൂടുതൽ നല്ല നല്ല പുസ്തകങ്ങളുമായി മുന്നോട്ട് വരുവാൻ അദ്ദേഹത്തിന് കഴിയുവാൻ ഇടയാകുമാറാകട്ടെ എന്ന് ജഗന്നിയന്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. മറുമൊഴി പറയുന്നതിനായി പുസ്തകത്തിന്റെ രചയിതാവും ജില്ലാ ജഡ്ജിയും മുൻ നിയമസഭാ സെക്രട്ടറിയുമായ ശ്രീ എം ബഷീർ സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്ത സന്തോഷത്തേക്കാൾ കൂടുതൽ ഞാനിവിടെ വന്നപ്പോൾ നമ്മുടെ പഴയ സുഹൃത്തുക്കൾ എനിക്ക് നൽകിയ ആ സ്നേഹമാണ് എനിക്ക് കൂടുതൽ മനോഹരമായി തോന്നിയത്. 1.5 വർഷക്കാലം ഇവിടെ ജോലി ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ആ അതേ ബന്ധങ്ങൾ കൂടുതൽ ശക്തിയായി നിലനിൽക്കുന്നു എന്ന് എനിക്ക് ബോധ്യമായി. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു സന്ദർഭം. ഈ പുസ്തകത്തിൽ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്. അയർലൻഡിൽ നിന്നും ജോലി കഴിഞ്ഞ് വരുന്ന ഒരു നഴ്സ്, അവർ കൊച്ചിനെ കാണാൻ വരികയാണ്. എല്ലാ വർഷവും കൊച്ചിനെ കാണാൻ വരും. കൊച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വയസ്സായ സമയത്ത് അവർക്ക് വീണ്ടും തിരിച്ച് അയർലൻഡിലേക്ക് പോകേണ്ടി വന്നു. 2ാമത്തെ വയസ്സിലും പോകേണ്ടി വന്നു. 3ാമത്തെ വയസ്സിലും. അങ്ങനെ ഓരോ വർഷത്തിലൊരിക്കൽ വന്ന് കാണുന്ന ഒരു അവസരം മാത്രമേ ഉള്ളൂ. കാരണം അയർലൻഡിലേക്ക് കൊച്ചിനെ കൊണ്ടുപോകാൻ പറ്റില്ല. വളരെ തണുപ്പുള്ള ഒരു പ്രദേശമാണ്. അതുപോലെ
2 വയസ്സ് പുസ്തകോത്സവത്തിന് ആയപ്പോഴാണ് ഞാനിവിടുന്ന് പോകുന്നത്. 3-ാമത്തെ വയസ്സിൽ വന്നപ്പോൾ ഈ കുഞ്ഞ് വല്ലാതെ വളർന്നിരിക്കുന്നു. ഇപ്പോൾ 4-ാമത്തെ വയസ്സിൽ വന്നപ്പോഴും ഒരുപാട് വളർന്നിരിക്കുന്നു. അതായത് ഓരോ വർഷവും പുസ്തകോത്സവം വളരെയധികം നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പ്രധാന ക്രെഡിറ്റ് എന്ന് പറയുന്നത് നിയമസഭാ സെക്രട്ടേറിയറ്റ് തന്നെയാണ്. നിയമസഭാ സെക്രട്ടേറിയറ്റ് എന്ന് പറയുമ്പോൾ അവർ നിയന്ത്രിക്കുന്ന ഘടകം സ്പീക്കറാണ്. ഞങ്ങൾ തമ്മിലുള്ള ഒരു പ്രത്യേക ബന്ധം സാറ് പറഞ്ഞൂടെ, അതുകൊണ്ട് പറയുന്നതല്ല. അദ്ദേഹം ആയിരുന്നില്ല സ്പീക്കറെങ്കിൽ ഞാൻ എപ്പോഴും ആശങ്കപ്പെടുന്നൊരു കാര്യമാണ്. പകരം ഒരാൾ വന്നാൽ ഇതിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം ആയിരുന്നില്ലെങ്കിൽ ഇങ്ങനെ ഇത് നടക്കുമായിരുന്നില്ല. അത്രയേറെ നല്ല കാര്യബോധത്തോടു കൂടി ഓരോ തവണയും ഇതിൻ്റെ എല്ലാ രീതിയിലുള്ള നിയന്ത്രണങ്ങളും അദ്ദേഹം കയ്യിലൊതുക്കി കൃത്യമായി നിരീക്ഷിച്ച് നല്ല രീതിയിൽ ഈ പുസ്തകോത്സവം ഓരോ വർഷവും നല്ല രീതിയിൽ പുതിയ പുതിയ സംഗതികൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഓരോ വർഷവും സ്റ്റാളുകളുടെ എണ്ണം കൂടുന്നു, പ്രസാധകരുടെ എണ്ണം കൂടുന്നു, ആളുകളുടെ എണ്ണം കൂടുന്നു. ഇപ്പോൾ ഞാനിവിടെ നോക്കിയപ്പോൾ പല ഭാഗത്തും ഭയങ്കര തിരക്കാണ്. നമ്മുടെ ഓഡിറ്റോറിയത്തിലേക്കൊന്നും കടക്കാൻ, മറ്റേ ശങ്കരനാരായണ തമ്പി ലോഞ്ചിലേക്കൊന്നും കടക്കാൻ പറ്റാത്ത അത്ര തിരക്ക്. അത്രയേറെ നല്ല രീതിയിലാണ് ഇത് പുരോഗമിക്കുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവിടെ ജനസാഗരം ആയിരിക്കും. 7 ദിവസം കഴിയുമ്പോഴാണ് ഇവർ പ്രസാധകരൊക്കെ നമ്മളോട് പറയുന്നത് ഒരു 2 ദിവസം കൂടെ നീട്ടാൻ പറ്റുമോ എന്നുള്ളത്. ഏഷ്യയിൽ ഇങ്ങനെ ഒരു ഉത്സവം ഉള്ളതായി ഒരാളുടെയും അറിവിൽപ്പെട്ടിട്ടില്ല. അതിൻ്റെ പ്രത്യേകത 250ഓളം പ്രസാധകർ എന്ന് പറയുമ്പോൾ ചെറിയ ഒരു മുറിയിൽ, അല്ലെങ്കിൽ ചിലർക്ക് ഷോപ്പ് പോലുമില്ല, വീട്ടിലാണ് പുസ്തകം അവർ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. അവരപേക്ഷിച്ചാൽ പോലും ഇവിടെ വൻകിട പ്രസാധകർക്കൊപ്പം തന്നെ തുല്യ അളവിൽ അതേ വാടകയിൽ അവർക്ക് സ്റ്റോൾ കൊടുക്കുന്നു എന്നുള്ള ജനാധിപത്യ സ്വഭാവം നിലനിർത്തുന്നു എന്നുള്ളതാണ് ഈ പുസ്തകോത്സവത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഇവിടെ പ്രത്യേകം ക്ഷണം സ്വീകരിച്ചെത്തിയ ഒരുപാട് എൻ്റെ സുഹൃത്തുക്കളുണ്ട്. നിയമസഭാ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെ എൻ്റെ കോടതി ജീവനക്കാരുണ്ട്, ഒരുപാട് പേരുണ്ട്. ആരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഒരുപാട് സുഹൃത്തുക്കൾ ദൂരെ നിന്ന് പോലും എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതുകൂടാതെ ഈ പുസ്തകം പ്രകാശനം ചെയ്ത ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ എൻ ഷംസീർ സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. പുസ്തകം സ്വീകരിച്ച, നല്ലൊരു പ്രസംഗം കാഴ്ചവെച്ച എൻ്റെ സുഹൃത്തായ ശ്രീ രാജു നാരായണസ്വാമിക്ക് എൻ്റെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിൻ്റെ സ്വാഗതം പറഞ്ഞ നിയമസഭാ സെക്രട്ടറി ശ്രീ ഡോക്ടർ കൃഷ്ണകുമാർ, അദ്ദേഹത്തിനും ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. ഇനിയും അടുത്ത പുസ്തകോത്സവത്തിന് കാണാം എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നമസ്കാരം.